ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂൺ മാസഫലം തുലാക്കുറുകാർക്കും തുലാലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദം, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും അതുപോലെ തുലാ ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും എന്നുള്ളതാണ്. ഇപ്പോൾ തുലാക്കുറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാകും നോക്കാം. ഇപ്പോൾ ജന്മ രാശ്യാധിപൻ അഥവാ ലഗ്ന രാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ജൂൺ 12 വരെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. അതിനുശേഷം ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. സൂര്യനാണെങ്കിൽ ജൂൺ 14 രാത്രി വരെ അഷ്ടമത്തിലും അതിനുശേഷം ഭാഗ്യസ്ഥാനത്തേക്കും രാശി മാറുന്നു. കുജൻ 7 സ്ഥിതി ചെയ്യുന്നു. ബുധനാണെങ്കിൽ ജൂൺ 14 വൈകുന്നേരം വരെ അഷ്ടമത്തിലും അതിനുശേഷം ഭാഗ്യസ്ഥാനത്തേക്കും രാശി മാറുന്നു. ഗുരു 8 സ്ഥിതി ചെയ്യുന്നുണ്ട്. ശനിയാണെങ്കിൽ 5 സ്ഥിതി തുടരുന്നു. രാഹു 6 കേതു 12 സ്ഥിതി തുടരുന്നു. അപ്പം ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് ഈ തുലാക്കുറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ആരോഗ്യം, തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനസ്ഥിതി, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ തുലാക്കുറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ജാതകത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, അവർക്കിപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേത് ആണെന്നും ആ ഗ്രഹങ്ങൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നറിയുക. അതുകൊണ്ടാണ് നമ്മൾ ഒരേ നക്ഷത്രക്കാർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ തുലാക്കുറുകാരുടെയും തുലാലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജന്മരാശ്യാധിപനും അല്ലെങ്കിൽ ലഗ്നരാശ്യാധിപനായിട്ടുള്ള ശുക്രൻ ആദ്യത്തെ 2 വാരം അഷ്ടമത്തിലാണ്. അപ്പോൾ ശുക്രൻ 8ാം ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും അഷ്ടമത്തിൽ വരുന്നത് വിപരീത രാജയോഗമാണ്. 12ാം ഭാവാധിപനായിട്ടുള്ള ബുധനും ആദ്യത്തെ 2 വാരം അഷ്ടമത്തിൽ വരുന്നുണ്ട്, അതും വിപരീത രാജയോഗമാണ്. അപ്പോൾ ആദ്യ 2 വാരം സൂര്യൻ്റെ സ്ഥിതി അഷ്ടമത്തിലാണ്. അപ്പോൾ പൊതുവെ ആദ്യത്തെ 2 വാരം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഇൻഫെക്ഷൻ, അതുപോലെ ഈ ഡയബറ്റിക് പ്രോബ്ലം ഉള്ളവർ ഇവരൊക്കെ തന്നെ പ്രിവൻറ്റീവ് കെയർ ആദ്യത്തെ 2 വാരം എടുക്കേണ്ടുന്ന സമയമാണ് അങ്ങനെ ഉള്ളവർ. അതേപോലെ തന്നെ പേരൻസിൻ്റെ ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അതുപോലെ ഈ ഗ്രഹങ്ങളെല്ലാം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ദൂരയാത്രകളിൽ അതുപോലെ ഡ്രൈവിങ്ങിൽ ഇവയിലൊക്കെ നമുക്ക് ഒരു ശ്രദ്ധ വേണം. അവസാനത്തെ 2 വാരമാകുമ്പോൾ ഈ ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു, സൂര്യൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു, ബുധനും ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അപ്പോൾ പൊതുവെ അവസാനത്തെ 2 വാരം നമ്മൾ ഈ ആദ്യത്തെ 2 വാരത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവസാനത്തെ 2 വാരം ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ അനുകൂലമാകും. സഡൻ ആയിട്ടുള്ള റിക്കവറി ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പം ഇതാണ് ആരോഗ്യസ്ഥിതി പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ ആദ്യത്തെ 2 വാരം തൊഴിലിൽ ശ്രദ്ധിക്കണം. കാരണം ഗുരുവിൻ്റെ 8 സ്ഥിതി, ഗുരുവാണെങ്കിൽ 3ഉം 6ഉം ഭാവാധിപനായിട്ട് ഉള്ള ഗുരുവാണ്. ആ ഗുരു അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. വിപരീത രാജയോഗത്തിലാണ് ആ ഗുരു നിൽക്കുന്നത്. ഇപ്പോൾ തൊഴിലിൽ വലിയ ദോഷം ചെയ്യില്ല വിപരീത രാജയോഗത്തിലായതുകൊണ്ട്. അതുപോലെ ശുക്രനും രവിയും ബുധനും ഒക്കെ അഷ്ടമത്തിൽ സ്ഥിതി വരുന്ന സമയമാണ്. അപ്പോൾ തൊഴിലിടത്ത് ചെറിയ ചലഞ്ചസ്, സുഖക്കുറവ് ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്.
അതുപോലെ ഈ മേൽ ഉദ്യോഗസ്ഥരോടും അതുപോലെ വർക്കേഴ്സിനോടും ഒക്കെ തന്നെ തർക്കങ്ങളൊന്നും ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ രാഹുവിൻ്റെ 6ലെ സ്ഥിതി അത് തൊഴിലിലൊക്കെ വളരെ ആക്റ്റീവാകും. ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ ചെറുക്കാനൊക്കെ അത് തയ്യാറാകും. അതേപോലെ തന്നെ നമ്മൾ ഏറ്റെടുത്ത വർക്ക് അത് ചെയ്ത് തീർക്കുന്നതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അഷ്ടമത്തിൽ ആ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നത് 6ാം ഭാവാധിപനായിട്ട് ഗുരു അഷ്ടമത്തിൽ നിൽക്കുന്നത് ഒരു വിപരീത രാജയോഗമാണ്. അത് ഈ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നവർക്ക് അത് പരിഹരിച്ചു പോകാൻ അത് സഹായകമാണ്. അവസാനത്തെ 2 വാരമൊക്കെ ആവുമ്പോൾ സൂര്യനും ശുക്രനും ബുധനും ഒക്കെ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നു. അതുപോലെ കുജൻ്റെ ആ കർമ്മസ്ഥാനത്ത് കുജൻ ദൃഷ്ടി ചെയ്യുന്നു. അതൊക്കെ തന്നെ തൊഴിലിൽ അവസാനത്തെ 2 വാരം വലിയ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും. ചിലർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്, തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ രാഹുവിൻ്റെ 6ലെ സ്ഥിതിയൊക്കെ തന്നെ അതും തൊഴിലിന്, പ്രത്യേകിച്ച് തൊഴിലിനായിട്ടുള്ള നമ്മുടെ അന്വേഷണം ഒക്കെ ഊർജ്ജസ്വലമാക്കും. മാത്രമല്ല നമ്മൾ ഈ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ, ടെസ്റ്റിൽ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും 6ലെ രാഹു എന്ന് പറയുന്നത് അവർക്ക് ഗുണം ചെയ്യും. ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകും, വിജയത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ തൊഴിലിടത്ത് പൊതുവെ ഈ 6ലെ രാഹു എന്ന് പറയുമ്പോൾ അത് തൊഴിലിടത്തൊക്കെ ശത്രുത കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അവസാനമൊക്കെ പ്രത്യേകിച്ച് ഈ കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ സഹായമൊക്കെ ആ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ 12ലെ കേതു നിൽക്കുന്ന സമയമാണ്. അതുപോലെ 6ലെ രാഹു, അതുപോലെ ഗുരു, ആ ഗുരു അഷ്ടമത്തിൽ നിന്നുകൊണ്ട് 12ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ, അതുപോലെ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ശുക്രനും രവിയും ബുധനും ഒക്കെ തന്നെ, ബുധൻ്റെയൊക്കെ ആ 9ലെ സ്ഥിതി, അതൊക്കെ തന്നെ വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെ സഹായകമാകും. അപ്പം വിദേശത്ത് തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും. ഉയർന്ന തൊഴിൽ വിദേശത്ത് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപൻ കുജനാണ്. ആ കുജൻ 7ൽ വളരെ ബലവാനായിട്ട് നിൽക്കുകയാണ്. രുചക യോഗത്തിലാണ് ആ കുജൻ നിൽക്കുന്നത്. അത് ബിസിനസ് പ്രവർത്തനമൊക്കെ കാര്യക്ഷമമാക്കും. അതുപോലെ തന്നെ ഈ ദൈനംദിന വരുമാനത്തിലൊക്കെ നല്ല വർധനവുണ്ടാകും. ശുക്രനും ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധനും ആദ്യത്തെ 2 വാരം അഷ്ടമത്തിലാണ്. അപ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് നമ്മൾ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ 2 വാരം ഒരു ശ്രദ്ധ വേണം. റിസ്കി ആയിട്ടുള്ള ബിസിനസ്സിൽ നിന്നും പണം ആദ്യത്തെ 2 വാരം മുടക്കാൻ അനുകൂല സമയമല്ല. അതുപോലെ ശുക്രനും ബുധനും രവിയൊക്കെ അവസാനത്തെ 2 വാരമാകുമ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അത് ബിസിനസ്സിലൊക്കെ വലിയ ഭാഗ്യാനുഭവം ഉണ്ടാക്കും, വലിയ നേട്ടങ്ങളുണ്ടാകും. വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് ജൂൺ മാസം പൊതുവെ അനുകൂലമാണ്. അതുപോലെ ഈ പണം കടം കൊടുക്കുന്നവർ, ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ, കുടുംബ ബിസിനസ്സുകാർ, അതുപോലെ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഡീൽ ചെയ്യുന്നവർ, പബ്ലിഷേഴ്സ്, ഇവർക്കൊക്കെ തന്നെ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. കാരണം കുജൻ 7ാം ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇനി നമുക്ക് വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ആ ശനി 5ൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് യോഗ കാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. 4ഉം 5ഉം ഭാവാധിപനാണ്. ആ 4ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 5ൽ തന്നെ നിൽക്കുന്ന സമയമാണ്. മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. അപ്പോൾ പഠനത്തിലൊക്കെ മികവുണ്ടാകും. ആദ്യത്തെ 2 വാരമൊക്കെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലാണ്. അപ്പോൾ നമ്മൾ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് മുതിർന്നവരുടെയോ അല്ലെങ്കിൽ സീനിയർ അധ്യാപകരുടെയൊക്കെ ഉപദേശമൊക്കെ നേടുന്നത് വളരെ ഗുണകരമാകും. അതുപോലെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവസാനത്തെ 2 വാരം വളരെ അനുകൂല സമയമായിരിക്കും. അവസാനത്തെ 2 വാരം സൂര്യനും ബുധനും ശുക്രനും ഒക്കെ തന്നെ ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുകയാണ്. അപ്പം ഇപ്പോൾ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ ഉയർന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ കഴിയും. അഡ്മിഷനൊക്കെ സാധ്യമാകും.
അതുപോലെ തന്നെ ഈ നിയമം, ഈ ബിസിനസ് മാനേജ്മെൻറ്റ്, അതുപോലെ ഫിലോസഫി തുടങ്ങിയ ടൂറിസം പോലെയുള്ള കോഴ്സുകൾ ഇവയൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. 6 രാഹു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കും. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയത്തിന് അത് സഹായകമാകും. അതുപോലെ തന്നെ ഈ ബുധൻ്റെയും ശുക്രൻ്റെയും ഗുരുവിൻ്റെയും രവിയുടെയൊക്കെ ആദ്യത്തെ 2 അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമഭാവത്തിൽ 4 ഗ്രഹങ്ങൾ നിൽക്കുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഗവേഷണത്തിലൊക്കെ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് റിസർച്ചിൽ അവർ ആഗ്രഹിക്കുന്നതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും. അവർക്കതിൽ അവരുടെ വിഷയത്തിലൊക്കെ വളരെ അഗാധമായിട്ടുള്ള അറിവ് ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ധനസ്ഥിതി. ഇപ്പോൾ ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ധനഭാവാധിപൻ കുജനാണ്. ആ കുജനാണെങ്കിൽ 7 സ്വക്ഷേത്രത്തിൽ ബലവാനാണ്. ഇപ്പോൾ 2 ആ കുജൻ്റെ ദൃഷ്ടിയും ഉണ്ട്. 2ാം ഭാവാധിപൻ 2ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 11ാം ഭാവാധിപൻ സൂര്യൻ. ആ സൂര്യൻ 14 വരെ അഷ്ടമത്തിലാണ്. അത് കഴിയുമ്പോൾ ആ സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ കുജൻ്റെ അനുകൂല സ്ഥിതിയും ആദ്യത്തെ 2 വാരം സൂര്യൻ്റെ അഷ്ടമത്തിലെ പ്രതികൂല സ്ഥിതിയും നമ്മൾ കാണണം. അപ്പോൾ ധനപുരോഗതിയൊക്കെ ഉണ്ടാകും. എങ്കിലും ഈ സൂര്യൻ്റെ, അതായത് 11ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കൊണ്ട് പരിമിതമായിട്ടുള്ള ഒരു ധന പുരോഗതി ആദ്യത്തെ 2 വാരം പ്രതീക്ഷിക്കാം. അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ആ 11ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അത് ധനാഗമം കൂട്ടും. അതുപോലെ പ്രത്യേകിച്ച് ഈ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പണം കിട്ടാനുള്ളവർക്ക് ഈ അവസാനത്തെ 2 വാരമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും. ശുക്രനും അതുപോലെ ഈ ഗുരുവും രവിയും ബുധനും ഒക്കെ അഷ്ടമത്തിൽ ആണ് ആദ്യത്തെ 2 വാരം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ധനകാരകനും കൂടിയാണ് ആ ഗുരു. അപ്പോൾ ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ധനനേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഗുരുവാണെങ്കിൽ വിപരീത രാജയോഗത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ അപ്രതീക്ഷിതമായിട്ട് തന്നെ നമ്മുടെ ഭാഗത്ത് ചെലവ് കൂടാനുള്ള സാഹചര്യങ്ങളും ഈ അഷ്ടമത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വരുമാനം ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ് ധനസ്ഥിതി പരിശോധിക്കുമ്പോൾ കാണുന്നത്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം ഇവ ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ കുജൻ 7 രുചക യോഗാവസ്ഥയിൽ സ്വക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. അതേസമയം ശുക്രൻ ആദ്യത്തെ 2 വാരം വിവാഹ ഭാവകാരകനാണ് ശുക്രൻ. ആ ശുക്രൻ അഷ്ടമത്തിൽ സൂര്യനോടൊപ്പമാണ് ആദ്യത്തെ 2 വാരം നിൽക്കുന്നത്. ഇപ്പോൾ 7 ശനിയാണെങ്കിൽ 5 നിന്നുകൊണ്ട് 7 നിൽക്കുന്ന കുജനെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പം വിവാഹം ചിലപ്പോൾ ഈ ശനിയുടെയൊക്കെ ദൃഷ്ടി 7ാം ഭാവാധിപനായിട്ടുള്ള കുജനെ ശനി ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് അല്പം നമ്മൾ ആലോചനകൾ ചിലപ്പോൾ നീണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമൊക്കെ നീണ്ടുപോകുന്നതിനൊക്കെ ചിലപ്പോൾ സാധ്യത ഉണ്ടായെന്ന് വരാം. അതുപോലെ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം യോഗകാരകനാണ് ശനി. ആ ശനി 5 തന്നെ സ്ഥിതി ചെയ്യുകയാണ്. അപ്പോൾ അത് പൊതുവെ അനുകൂലമാണ്. എങ്കിലും രവിയും ശുക്രനും ഒക്കെ അഷ്ടമത്തിലാണ് ആദ്യത്തെ 2 വാരം സ്ഥിതി ചെയ്യുന്നത്. അത് കമിതാക്കൾക്കിടയിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അവർക്കിടയിൽ ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവയൊക്കെ പരസ്പരം സഹിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ശനിയും കുജനും ഒക്കെ പ്രത്യേകിച്ച് ശനി വാക്സ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു, കുജനും വാക്സ്ഥാനത്തൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ സംസാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. അമിതമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ ഇപ്പോൾ 7 നിൽക്കുന്ന കുജൻ, അതുപോലെ ശനി 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. ഇപ്പോൾ ദമ്പതിമാർക്കിടയിൽ പ്രത്യേകിച്ച് കുജനും കൂടെ ആയതുകൊണ്ട് ആ കുജനെ ശനിയും കൂടെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട്, തർക്കങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല 2 ആ കുജൻ്റെ ദൃഷ്ടി അതുപോലെ ശനിയുടെ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പ്രകോപനപരമായിട്ട് സംസാരിക്കാതിരിക്കാനൊക്കെ ഈ ദമ്പതികൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആദ്യത്തെ 2 വാരം ഈ ശുക്രനും
സൂര്യനും ഒക്കെ പ്രത്യേകിച്ച് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. സൂര്യനും ശുക്രനും ഒക്കെ അടുത്ത് നിൽക്കുന്നത് തന്നെ ദാമ്പത്യ ബന്ധത്തിൽ അത്ര ഒരു സുഖം തരണമെന്നില്ല. അതുകൊണ്ട് റിലേഷൻഷിപ്പിലൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് സൂര്യനും ശുക്രനും അടുത്താണ് നിൽക്കുന്ന രണ്ടും ശത്രുഗ്രഹങ്ങളും കൂടെയാണ്. അതുപോലെ അവസാനത്തെ 2 വാരം ആകുമ്പോൾ സ്ഥിതിയിൽ വലിയ മാറ്റം വരും. കാരണം ശുക്രൻ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവയൊക്കെ നിയന്ത്രിക്കുന്നതിന് ഒക്കെ അത് സഹായകമാണ്. അതുപോലെ കുടുംബജീവിതത്തിലോട്ട് നമ്മൾ വരുമ്പോൾ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, ഇവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ട് ബന്ധുക്കളോട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു സംയമനമൊക്കെ വേണം. കാരണം 2 കുജൻ്റെ ദൃഷ്ടിയുണ്ട്, 2 ശനിയുടെ ദൃഷ്ടിയുണ്ട്, 2 അഷ്ടമത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി ഉണ്ട്. എങ്കിലും നമ്മൾ കുജൻ്റെയൊക്കെ ദൃഷ്ടിയും ശനിയുടെയൊക്കെ ദൃഷ്ടിയും 2 വരുമ്പോൾ പൊതുവെ സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ 4-ാം ഭാവാധിപനായിട്ടുള്ള ശനി 5-ൽ നിൽക്കുന്നത്, അതുപോലെ ഈ 4-ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അവസാനത്തെ പ്രത്യേകിച്ച് വരുന്നുണ്ട്. അതുപോലെ അവസാനത്തെ 2 വാരമൊക്കെ ആകുമ്പോൾ ശുക്രനും ബുധനും ഒക്കെ ഭാഗ്യസ്ഥാനത്ത് വരുന്നതും ഒക്കെ തന്നെ കുടുംബത്തിൽ സുഖാനുഭവമൊക്കെ ഉണ്ടാകാൻ സഹായിക്കും. മാത്രമല്ല കുടുംബത്തിൽ ഇപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം ചിലപ്പോൾ ഉണ്ടാകും. ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് വാങ്ങാനുള്ള ഒരു അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ 4-ാം ഭാവാധിപനായിട്ടുള്ള ശനി 5 നിൽക്കുന്നതും 4-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നത് അതിനനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. പൊതുവെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ വീട്, വാഹനം, അതുപോലെ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക, അപ്പം അതുപോലെ ദൂരയാത്രകൾ, ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ ചെലവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഈ സുഖച്ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയൊക്കെ കാണുന്നുണ്ട്. അവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. ഇനി ജൂൺ 1, 2, 5, 6, 15, 16, 28, 29 ഈ തീയതികൾ പൊതുവെ ഈ തുലാക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും ശുഭകർമ്മങ്ങൾ അത് ഒഴിവാക്കുക. പുത്തൻ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഈ തുലാ കൂറുകാരുടെയും തുലാ ലഗ്നക്കാരുടെയും ഒരു പൊതു ഫലമാണ്. അപ്പോൾ ഈ തുലാക്കൂറുകാർക്കും തുലാ ലഗ്നക്കാർക്കും ഇപ്പം നമ്മൾ വരുമ്പോൾ ഇപ്പോൾ തുലാക്കൂറുകാരെ നമ്മൾ എടുക്കുമ്പോൾ തുലാക്കൂറിലെ നക്ഷത്രക്കാരെല്ലാവരും തുലാ ലഗ്നക്കാരാകണമെന്നില്ല. ചിലർ തുലാ ലഗ്നക്കാരാകും, മറ്റു ചിലർ വ്യത്യസ്ത ലഗ്നരാശിയിൽ പെടുന്നവരായിരിക്കും. അപ്പം നമ്മൾ ഈ തുലാക്കൂറും തുലാലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പറഞ്ഞ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം നമുക്ക് ഈ തുലാക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ലഗ്നരാശി തുലാമല്ലാതെ മറ്റു വ്യത്യസ്ത ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ അവർ ആ ലഗ്നരാശിയുമായിട്ട് അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കുക. അങ്ങനെ കേൾക്കുന്നത് ജൂൺ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യരൂപം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂടുതൽ കൃത്യത ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.